ഗുജറാത്തിലും രാജസ്ഥാനിലും വൻ ലഹരിവേട്ട. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയും സംയുക്തമായി നടത്തിയ റെയ്ഡിൽ നിരോധിത മയക്കുമരുന്ന് കേന്ദ്രങ്ങൾ തകർത്തു. 300 കോടി വിലമതിക്കുന്ന അത്യാധുനിക ലഹരി മരുന്നുകളാണ് ഓപ്പറേഷനിൽ പിടിച്ചെടുത്തത്. ആളുകളെ നീണ്ട സമയം സജീവമായി നിലനിർത്തുന്ന ഉന്മേഷദായിനി എന്നറിയപ്പെടുന്ന മെഫഡ്രോൺ നിർമ്മാണശാലകളാണ് ATSന്റെയും NCBയുടെയും ആസൂത്രിത നീക്കത്തിൽ തകർത്തത്. ഊർജ്ജദായിനി എന്നും മ്യാവു മ്യാവു എന്നും അറിയപ്പെടുന്ന അത്യന്താധുനിക ഉത്തേജക മരുന്നാണ് മെഫഡ്രോൺ. അനധികൃതമായി ലാബ് നടത്തിയ 7 പേരെ അറസ്റ്റ് ചെയ്തു. 3 മാസത്തെ തീവ്രമായ ആസൂത്രണത്തിനും ഗവേഷണത്തിനും ശേഷമായിരുന്നു ഓപ്പറേഷൻ പ്രയോഗശാല 1. നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചും ഭൂഗർഭ നിരീക്ഷണത്തിലൂടെയുമാണ് ലാബുകൾ കൃത്യമായി കണ്ടെത്തിയതെന്ന് NCB ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ജ്ഞാനേശ്വർ സിംഗ് പറഞ്ഞു. രഹസ്യ വിവരത്തെ തുടർന്ന് ഓപ്പറേഷനായി പ്രത്യേക സംഘം രൂപീകരിക്കുകയായിരുന്നു. 3 ലാബുകളിൽ നിന്നായി 149 കിലോ മെഫഡ്രോണും 50 കിലോ എഫിഡ്രിനും 200 ലിറ്റർ അസറ്റോണുമാണ് പിടിച്ചെടുത്തത്. വിപണിയിൽ 300 കോടി മൂല്യം വരും. രാസവസ്തുക്കളുടെ ഉറവിടവും രാജ്യാന്തര വിതരണ ശൃംഖലയും ട്രാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അഹമ്മദാബാദ് സ്വദേശിയായ മനോഹർലാൽ ഇനാനിയും രാജസ്ഥാനിലുള്ള കുൽദീപ് സിംഗ് രജ്പുരോഹിതും ചേർന്ന് മെഫഡ്രോൺ നിർമ്മാണ യൂണിറ്റുകൾ സ്ഥാപിച്ചെന്ന സൂചനയെ തുടർന്നാണ് പരിശോധന നടത്തിയത്. രാജസ്ഥാനിലെ ഒരു വ്യാവസായിക യൂണിറ്റിൽ മെഫഡ്രോൺ നിർമ്മാണം നടത്തിയതിന് ഇനാനി 2015-ൽ 7 വർഷത്തോളം തടവ് ശിക്ഷ അനുഭവിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് 24.